മുന്തിരി വീട്ടിൽ വാങ്ങുമ്പോഴല്ലോ ഇതുപോലെ നിങ്ങൾ ജ്യൂസ് അടിച്ച് കുടിച്ച് നോക്കുക കേട്ടോ. കരൾ നല്ല രീതിയിൽ ശുദ്ധിയാവും. കരൾ ഡിറ്റോക്സിൻ ആവാനായിട്ട് നല്ലതാണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. ഈ മദ്യപിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ നിങ്ങൾ മുന്തിരി വാങ്ങിച്ചിട്ട് അടിച്ച് കുടിക്കുവാണെങ്കിൽ കരൾ ക്ലീൻ ആവാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾ ഒന്ന് അടിച്ച് കുടിച്ചു കൊടുക്കേ. അപ്പം ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിലും ബ്ലഡ് ഉണ്ടാവാനായിട്ട് നല്ലതാണ്. അത് മാത്രമല്ലാണ്ട് രക്തശുദ്ധിക്കൊക്കെ നല്ലതാണ് കേട്ടോ. നമുക്ക് സ്കിന്ന് ഗ്ലോ ആവാനൊക്കെ ആയിട്ടും നമുക്ക് അകത്തോട്ട് കഴിച്ചിട്ട് നിറം വെക്കാനായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗ്ലൂട്ടാത്തയോൺ ജ്യൂസും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുണ്ടല്ലോ, നമ്മൾ ജ്യൂസ് അടിക്കുന്ന മുന്തിരി വാങ്ങാം കേട്ടോ. ജ്യൂസ് അടിക്കുന്ന മുന്തിരി വാങ്ങിയിട്ട് ഞാനിപ്പോൾ ഒരു കിലോയുടെ അടുത്ത് മുന്തിരി ഉണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്തേക്ക് ബീട്രൂട്ട് ഉണ്ടല്ലോ, ഈ ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം, ഒരുപാട് വലിയ കഷ്ണം വേണ്ട, ചെറിയൊരു കഷ്ണം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണിത്. അപ്പം ഇങ്ങനെ നിങ്ങൾ ബീട്രൂട്ട് ചെറിയൊരു കഷ്ണം ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു 5-10 മിനിറ്റ് നേരം വെള്ളത്തിലേക്ക് ഇട്ടൊന്ന് വെട്ടി തിളപ്പിച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തിളപ്പിക്കാൻ നേരത്ത് ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മൾ ഒരു ഏലക്കയില്ലേ, ഏലക്കയുടെ ആ തൊലി ഒന്ന് കളഞ്ഞിട്ട് ഇതിനകത്തുള്ള അരി ഉണ്ടല്ലോ, ആ അരി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചതയ്ക്കേണ്ട ആവശ്യമുള്ള ഒരെണ്ണം മതി, ഫ്ലേവർ ഇട്ടാനാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് ഇങ്ങനെ വെട്ടി തിളപ്പിക്കണം. ഇത് വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ആ മുന്തിരിയൊക്കെ ഒന്ന് കിടന്ന് പൊട്ടി വരുമ്പം നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഒക്കെ ആ ഒരു സത്തുകളെല്ലാം തന്നെ, അതുപോലെ ഏലക്കയുടെ ഒക്കെ ഒരു മണവും ഒക്കെ ഇതുപോലെ നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി നല്ല ഒരു പ്രത്യേക ഒരു കളറാണ്. നമുക്കിത് ശരീരത്തിന് നല്ല ഒരു ഉന്മേഷം കിട്ടാൻ നല്ലതാണ്. അത് മാത്രമല്ല സ്കിന്ന് നല്ല രീതിയിൽ ഗ്ലോ ആവും. രക്തശുദ്ധിക്ക് ഇതിങ്ങനെ കഴിക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊരു 10-15 മിനിറ്റ് നേരം വെട്ടി തിളപ്പിക്കുക. ഞാനിതിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ രാത്രിയാണ് കേട്ടോ. അപ്പം പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഒന്ന് സെറ്റ് ആവാനായിട്ടൊന്ന് വെച്ചേട്ടോ, കാരണം നല്ല ചൂടായിരുന്നു. രാത്രി ഉണ്ടാക്കിയപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിരുന്നു. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ ആയപ്പം ഞാനിപ്പോൾ ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ ജ്യൂസ് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളിതിങ്ങനെ ഈ ഒരു മുകളിൽ തെളിഞ്ഞേക്കുന്ന തെളിവെള്ളമല്ലേ, ഈ തെളിവെള്ളം നമ്മൾ അരിച്ചെടുത്ത് ഒഴിക്കണം കേട്ടോ. അരിച്ചൊരു ഒരു കപ്പിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ആ ഊറി വരുന്ന നമ്മുടെ മുന്തിരിയും ബീട്രൂട്ടിൻ്റെ കഷ്ണമല്ലേ, അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ജ്യൂസ് പോലെ അടിച്ചെടുക്കണം കേട്ടോ. അടിച്ചെടുത്തിട്ട് ഇത് ശരിക്കും അരിച്ചെടുത്ത് മാറ്റി വയ്ക്കണം. ഇത് നല്ല രീതിയിൽ ഇങ്ങനെ അരിച്ചെടുക്കണം. വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്ത് ഒഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ രുചിയും മണവും ഗുണവും ഇരട്ടിക്കും കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ലൊരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ജ്യൂസാണിത്. നമ്മൾ ഉച്ച ടൈമിലൊക്കെ ഇരിക്കുമ്പം നമുക്കിതിങ്ങനെ ഓരോ ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഹൃദയ സംബന്ധമായ അസുഖമൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ഹൈ ബി പി ഉള്ള ആളുകൾക്ക് കഴിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി പി കുറവുള്ളവർ ഈ ജ്യൂസ് കഴിക്കരുത്, ബി പി താഴ്ന്നു പോകും കേട്ടോ. നല്ല രീതിയിൽ ഇങ്ങനെ അരിച്ചെടുത്തിട്ട് നമുക്ക് നിങ്ങൾക്കിപ്പോൾ ഇതിനകത്തേക്ക് വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം. അപ്പോൾ ഞാൻ അധികം വെള്ളം ചേർത്തിട്ടില്ല, അടിക്കാൻ നേരത്തെ വെള്ളം ചേർത്തായിരുന്നല്ലോ. പിന്നെ നമ്മൾ ആ മാറ്റി ചേർക്കുന്ന വെള്ളം കൂടി മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ പിഴിഞ്ഞെടുത്ത് ഒഴിക്കാം കേട്ടോ. ആ ചെറുനാരങ്ങയുടെ ചെറിയൊരു പുളിയും ഒക്കെ മുന്തിരിങ്ങയുടെ ഒരു പുളിപ്പും അതെല്ലാം ഏലക്കയുടെ ഒരു സ്വാദും ഒക്കെ കൂടി വന്നതുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ചെറിയ കഷ്ണം ബീട്രൂട്ട് ഇട്ടതുകൊണ്ട് നമ്മൾ ബീട്രൂട്ടിൻ്റെതായ ഫ്ലേവറോ ചോവയോ ഒന്നും അറിയത്തില്ല കേട്ടോ. പ്രത്യേക ഒരു രുചിയാണ് ഇതിന്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ അടിക്കാൻ നേരത്തെ, നമ്മളെ മിക്സിയിൽ അടിക്കാൻ നേരത്തെ ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണമെങ്കിൽ ഇട്ട് കൊടുക്കണമെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. അപ്പം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ ഇതിങ്ങനെ പീരീഡ്സിൻ്റെ ഒക്കെ ഒരു മുന്നത്തെ ഒക്കെ ഒരാഴ്ചയൊക്കെ ഇങ്ങനെ അമ്മമാരെ കുട്ടികൾക്ക് അടിച്ച് കൊടുക്കുകയാണെങ്കിലോ പീരീഡ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളില്ലേ, ഇങ്ങനെ ഇറഗുലറായിട്ട് പീരീഡ്സ് വരാനായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ബ്ലഡ് നല്ല രീതിയിൽ ഉണ്ടാവാനായിട്ട് നല്ലതാണ്. പിന്നെ അത് വളരെ രക്തശുദ്ധിക്ക് നല്ലതാണ് കേട്ടോ. നമുക്ക് ശരീരത്തിന് നല്ല നിറം വെക്കാനായിട്ട് നമുക്ക് അകത്തോട്ട് കഴിക്കാൻ പറ്റും നല്ലൊരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പം ഹൈ ബി പി ഉള്ളവർക്ക് ഇത് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം ബി പി കുറവുള്ളവർ ഇത് കഴിക്കരുത് കേട്ടോ, കാരണം ബി പി ഒന്നും കൂടി താഴ്ന്നു പോയി. അപ്പോൾ ഉണ്ടാക്കി നോക്കട്ടെ, നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയും. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതുപോലെ ടിപ്സിനായിട്ട് പേജ് ഫോളോ ചെയ്യാം കേട്ടോ. ബൈ.